15 വർഷമായി മനസ്സിൽ കൊണ്ട് നടന്ന സ്വപ്നം സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് കോട്ടയം ചിറക്കടവ് സ്വദേശി ആനോൺ. സെറിബ്രൽ പാൾസി ബാധിച്ച ആനോണിന് 5 വയസ്സ് മുതൽ തുടങ്ങിയതാണ് മോഹൻലാലിനെ നേരിൽ കാണണം എന്ന ആഗ്രഹം. ഒടുവിൽ ആനോൺ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ നേരിട്ട് കണ്ടു. ആ കാഴ്ചകളിലേക്ക്. ഇവൻ ചെറുപ്പം തൊട്ടെന്ന് പറഞ്ഞാൽ ഒരു 4-5 വയസ്സായപ്പം തൊട്ട് ഇവൻ്റെ ചേട്ടൻ്റെ കൂടെയായിരുന്നു കൂടുതൽ സമയം. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ അവനെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടൻ ശരിക്കും ഒരു മോഹൻലാൽ ഫാനാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടവും താല്പര്യമായിരിക്കും ഇവനും മോഹൻലാലിനോട് ഭയങ്കര ആരാധനയായി. അന്ന് തൊട്ട് ഇവനെ മോഹൻലാലിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ലാലേട്ടനിലേക്കൊക്കെ എത്തപ്പെടുകയെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് പലപ്പോഴും പല വഴിക്കും ശ്രമിച്ചു, ഒന്നും നടന്നില്ല. ലാസ്റ്റ് കാഞ്ഞിരപ്പള്ളി ഏരിയയിലെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാരും കോട്ടയം ജില്ലാ ആൾക്കാരും കൂടെ കൂടി ഇതിനുള്ളൊരു അവസരം ഉണ്ടാക്കിയത്. ജില്ലാ സെക്രട്ടറി റോബിനെ, കാഞ്ഞിരപ്പള്ളി ഒരു ജ്യോതിഷ്, ഇവരൊക്കെയാണ് മെയിനായിട്ട് ഇതിനുവേണ്ടി ഒത്തിരി മെനക്കെടി ഇവിടെ വരികയും ഇവൻ്റെ വീഡിയോ എടുത്ത് ലാലേട്ടന് അയച്ചു കൊടുക്കുകയും ലാലേട്ടൻ ആ വീഡിയോ കാണുകയും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായത്. തൊടുപുഴ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എല്ലാം പറഞ്ഞായിരുന്നു. എന്നാൽ ഇവന് പനിയായിരുന്നു, പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിപ്പെരിയാറ്റി ഷൂട്ടിങ് വന്നപ്പോൾ എല്ലാം പറഞ്ഞു. ലാലേട്ടനെ കണ്ടു. ലാലേട്ടൻ അവനെ ചേർത്ത് പിടിച്ച് അവനോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങളോടും വിശേഷങ്ങളും എല്ലാം ചോദിച്ച് പുള്ളി പിന്നെ ഷൂട്ടിങ്ങിന് അങ്ങ് പോകുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ലാലേട്ടനെ കാണാനൊരു അവസരം ഉണ്ടായത്. ഈ മനോഹരമായ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശേഷങ്ങൾ ഷിനോജ് എസ്.ടി നമ്മളോട് പങ്കുവയ്ക്കും. ഷിനോജ്, മലയാളത്തിന്റെ മഹാനടനെ കാണണം എന്ന ആഗ്രഹം ആനോൺ മനസ്സിൽ കൊണ്ട് നടന്നത് 15 വർഷമാണ്. ഒടുവിൽ ആ മുഹൂർത്തം എത്തിയല്ലേ? നേരിൽ കാണുന്നു ആ നടനെ. ആ സന്തോഷം, ആനോണിന്റെ സന്തോഷം എത്രത്തോളം ആയിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വിശേഷങ്ങൾ പറയൂ ഷിനോജ്. നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്ന് പറഞ്ഞത് പൗലോ കൊയ്ലോയാണ്. എന്തായാലും ഈ ആനോണിന്റെ കഥ പറയുമ്പോൾ ഈ പൗലോ കൊയ്ലോയുടെ ഈ വാക്കുകൾക്കും അതിൻ്റെതായ ഒരു ഈ പ്രസക്തിയുണ്ട്. കാരണം ആനോണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാര്യം. ഒന്ന് സിനിമ, മറ്റൊന്ന് ക്രിക്കറ്റ്. സിനിമയിലാണെങ്കിൽ മോഹൻലാൽ, ക്രിക്കറ്റിലാണെങ്കിൽ രോഹിത് ശർമ്മ. അപ്പോൾ അതാണ് ജീവിതം എന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ ഇത്തരത്തിൽ മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ട്, പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകൾ, നരസിംഹം, നരൻ, അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടാണ് ഈ ആനോണിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ചെറുപ്പകാലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവിച്ച ആനോണ് ഒരു ആഗ്രഹമാണ് ഇത്തരത്തിൽ മോഹൻലാലിൻ്റെ എങ്ങനെയെങ്കിലും ഒന്ന് നേരിട്ട് കാണണം. പ്രത്യേകിച്ച് ആനോണിൻ്റെ പിതാവ് തന്നെ പറയുന്നത് ചെറുപ്പത്തിൽ ഈ നമ്മളെ ഈ കാസറ്റ് കടയിലൊക്കെ കിട്ടുന്ന മോഹൻലാലിൻ്റെ ചിത്രം അതൊക്കെ വെട്ടി ഒട്ടിക്കുമായിരുന്നു, മുറിയിലൊക്കെ ഒട്ടിക്കും. കാരണം ഇവൻ എണീക്കുമ്പോൾ തന്നെ ആദ്യം കാണേണ്ടത് മോഹൻലാലാണ് എന്നൊക്കെ ഒരു ആഗ്രഹം ആനോൺ ചെറുപ്പം മുതലേ പറയുമായിരുന്നു. അങ്ങനെയാണ് ഈ മോഹൻലാലിൻ്റെ ഫാനായിട്ട്, കടുത്ത ഫാനായിട്ട് ഇങ്ങനെ മാറുന്നത്. അങ്ങനെ ഈ മോഹൻലാലിനെ കാണുന്നതിന് വേണ്ടി പല വഴികളൊക്കെ നോക്കി, പക്ഷെ അതൊന്നും എത്തിയില്ല, അടുത്തെത്താൻ കഴിയില്ല. അങ്ങനെയാണ് ഈ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനുമായി ഇവരിങ്ങനെ ബന്ധപ്പെടുന്നത്. അങ്ങനെ അവരാണ് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ തൊടുപുഴയിൽ നടന്ന, വണ്ടിപ്പെരിയാറിൽ നടന്ന ഒരു ഷൂട്ടിങ്ങിനിടയിൽ മോഹൻലാലിനെ കാണാൻ ആനോണിനും അതുപോലെ തന്നെ ആനോണിൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ ഈ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പോയി കണ്ടു, സംസാരിച്ചു. ഏകദേശം ഒരു 15-20 മിനിറ്റോളം മോഹൻലാലും അതുപോലെ ആനോണും സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്തരത്തിൽ ഈ ചെറുപ്പം മുതലുള്ള തൻ്റെ ആരാധന കഥയൊക്കെ തന്നെ ഈ ആനോൺ മോഹൻലാലിനോട് പറയുന്നുണ്ട്, ലാലേട്ടനോട് പറയുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ ആനോൺ വളരെ ഹാപ്പിയാണ്. കാരണം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മോഹൻലാലിനെ കാണുക എന്ന്, അത് സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആശാൻ ഹാപ്പിയാണ്. എത്രത്തോളം തീവ്രമായിരുന്നു എന്നതാണല്ലേ. എന്തായാലും നേരിട്ട് കാണാൻ കഴിഞ്ഞല്ലോ മോഹൻലാലിനെ. ആ ഒരു കൂടിക്കാഴ്ചയിൽ ആനോന്റെ മുഖത്തുള്ള ആ ഒരു ചിരി, അത് കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷം തോന്നുന്നു.